നമസ്കാരം. 2 വർഷം കഴിഞ്ഞു. ഇനിയും പകയൊടുങ്ങാതെ സന്ധിയിലേർപ്പെടാതെ ആക്രമണം കടുപ്പിച്ച് യുദ്ധക്കോപ്പ് കൂട്ടുകയാണ് റഷ്യയും യുക്രൈനും. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ എന്നോണം ആണവായുധ നയങ്ങളിലടക്കം റഷ്യ മാറ്റം വരുത്തി. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നേരിട്ടേക്കാം. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി സഖ്യരാജ്യങ്ങളുമൊക്കെ തയ്യാറെടുത്തു. വരാനിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക കൂടി ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധവിരുദ്ധത പ്രചാരണായുധമാക്കിയ ട്രംപ് അധികാരത്തിലെത്തുകയും ചെയ്തു. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ മാറി ട്രംപ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈന് അത്ര അനുകൂലമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റഡി ഓഫ് വാറിന്റെ കണക്കുകളൊക്കെ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിൽ യുക്രൈനിലെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നുണ്ട്. 465 ചതുരശ്ര കിലോമീറ്റർ മാത്രമായിരുന്നു 2023 റഷ്യ പിടിച്ചെടുത്തത്. 2024 എത്തിയപ്പോഴേക്കും യുക്രൈന്റെ 2700 ചതുരശ്ര കിലോമീറ്റർ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ സമുച്ചയത്തിന് പ്രധാന പങ്കുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രാണവായു സംഘർഷങ്ങളാണ്, യുദ്ധങ്ങളാണ്. അതല്ലെങ്കിൽ പിന്നെ ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ എങ്ങനെ വിൽക്കാനാണ്? റഷ്യയിലെ ഖുർസ്കിലേക്ക് പെട്ടെന്നുണ്ടായ യുക്രൈന്റെ കടന്നുകയറ്റം തെല്ലൊന്നുമല്ല അന്ന് റഷ്യയെ അമ്പരപ്പിച്ചതും. ശക്തരായ 1,00,000-ഓളം വരുന്ന യുക്രൈൻ സൈന്യത്തിന് മുമ്പിൽ റഷ്യ ആദ്യം ഒന്ന് പതറി. പക്ഷേ പിന്നീട് തിരിച്ചടിച്ചു. യുക്രൈൻ കൈവശപ്പെടുത്തിയ 40% പ്രദേശവും തിരിച്ചുപിടിച്ചു. ആക്രമണവും പ്രത്യാക്രമണവും ശക്തമായതിനു പിന്നാലെ അമേരിക്കയും ഇറ്റലിയും ഗ്രീസും കീവിലെ തങ്ങളുടെ എംബസി അടയ്ക്കുകയും ചെയ്തു. വടക്കൻ കൊറിയയുമായിട്ടുള്ള കച്ചവടത്തിൽ തങ്ങളുടെ സൈനിക ബലം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് റഷ്യ. സൈന്യത്തിന് പകരം എണ്ണ, വ്യോമവേദ മിസൈൽ എന്നതായിരുന്നു ഉത്തര കൊറിയയുടെ ആവശ്യം. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് നിരോധനമുള്ള രാജ്യമാണ് വടക്കൻ കൊറിയ. ചെറിയ അളവിൽ മാത്രമേ വടക്കൻ കൊറിയയ്ക്ക് എണ്ണ വിൽക്കാവൂ എന്നാണ് UN-ന്റെ അറിയിപ്പ്. എന്നാൽ UN ഉപരോധം ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉത്തര കൊറിയയ്ക്ക് റഷ്യ എണ്ണ നൽകി. വടക്കൻ കൊറിയയിൽ നിന്നുള്ള സൈന്യത്തെയാണ് കുർസ്കിൽ റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകളോടും അഭ്യൂഹങ്ങളോടുമൊക്കെ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. യുദ്ധം എന്തായാലും രൂക്ഷമാവുകയാണ്. റഷ്യയ്ക്ക് അനുകൂലമായ മുന്നേറ്റമാണ്. അതിനിടെ റഷ്യ തങ്ങളുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാം എന്നതിൽ പുതിയ വ്യവസ്ഥകളാണ് റഷ്യയിൽ നിലവിൽ വന്നത്. ആണവ ശക്തിയുടെ പിന്തുണയോടെ ആണവ ശക്തി ഇല്ലാത്ത ഒരു രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായിട്ടാണ് ഇനി റഷ്യ കണക്കാക്കുക. സെപ്റ്റംബറിൽ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതുമാണ്. എന്നാൽ പുടിൻ ഇത് അംഗീകരിച്ചത് ഇപ്പോഴാണ്. ഇനി ആക്രമണം ആണവായുധം ഉപയോഗിച്ച് തന്നെ ആകണമെന്നൊന്നുമില്ല. എന്നാൽ റഷ്യയുടെ പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും. പുതിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന ഭയത്തിൽ സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ റഷ്യയുടെ സമീപ രാജ്യങ്ങൾ പൗരന്മാരോട് ഭക്ഷണവും ജലവും ഒക്കെ സംഭരിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ ഭയപ്പെട്ട തിരിച്ചടി എത്തുകയും ചെയ്തു. പുടിൻ ഓറിയേഷ്നിക് എന്ന പേരുള്ള ഹൈപ്പർസോണിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടു. അതീവ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞത് 5 ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒറിയേഷ്നിക് പാഞ്ഞത് ശബ്ദത്തിന്റെ 10 ഇരട്ടി വേഗത്തിലാണ്. ഒരു സെക്കൻഡിൽ 2.5 അല്ലെങ്കിൽ 3 കിലോമീറ്റർ വേഗത്തിൽ. 3 മണിക്കൂറോളം നടന്ന തുടർ സ്ഫോടനങ്ങൾ യുക്രൈനെ പരിഭ്രാന്തമാക്കിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ പുടിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ബെലാറൂസിന് കൂടി സ്വന്തം കുടക്കീഴിൽ സുരക്ഷ ഒരുക്കുകയാണ് റഷ്യ ചെയ്തത്. ആക്രമണം ബെലാറൂസിന് നേർക്കായാലും അത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആണവ പോർമുന ഉപയോഗിക്കാവുന്ന മിസൈലാണ് റഷ്യ പരീക്ഷിച്ചത്. ഈ മിസൈലിനെ പടിഞ്ഞാറൻ ശക്തികൾക്ക് പ്രതിരോധിക്കാനാകില്ലെന്നാണ് പുടിന്റെ പക്ഷം. തങ്ങളുടെ പക്കൽ ഇനിയും മിസൈലുകൾ ബാക്കിയുണ്ടെന്നും വേണ്ടി വന്നാൽ അവ ഉപയോഗിക്കാൻ മടിക്കില്ലെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ ഓറിയേഷ്നിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശവും പുടിൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മഹാനാശ മിസൈൽ ഇപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമേയുള്ളൂ. പുടിന്റെ ഭീഷണി മുഖവിലേക്ക് എടുക്കണമെന്ന് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ പറഞ്ഞത് പാശ്ചാത്യ രാജ്യത്തിന്റെ ചങ്കെടുപ്പിന്റെ സൂചനയാണ്.
അതിനേക്കാൾ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നുണ്ട് യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്ത ദീർഘദൂര മിസൈലുകൾക്ക് പിന്നിൽ അമേരിക്കൻ ഭടന്മാരുണ്ടായിരുന്നുവെന്ന റഷ്യയുടെ ആരോപണത്തിൽ. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം യുക്രൈൻ സൈന്യത്തിനില്ല. ഒറ്റ ദിവസം കൊണ്ട് അത് പഠിച്ചെടുക്കാനുമാകില്ല. അമേരിക്കൻ സൈനിക വിദഗ്ധരും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഈ അടുത്ത് പുടിനുമായി സംസാരിച്ചിരുന്നു. 2 വർഷം നീണ്ട ഉപരോധത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധം പുതുക്കൽ. എന്നാൽ ജർമ്മനിയിലെ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് വോട്ട് ബാങ്ക് ഉറപ്പിക്കലായിരുന്നു ഷോൾസിന്റെ ലക്ഷ്യമെന്ന് വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിൽ പോളണ്ട്, യുക്രൈൻ, ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതൃപ്തിയുമുണ്ട്. ബൈഡൻ 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണെന്ന് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നേരത്തെ തന്നെ ആരോപിക്കുകയും ചെയ്തിരുന്നു. പിതാവ് അധികാരമേൽക്കും മുമ്പ് എല്ലാം കുളമാക്കാനുള്ള ശ്രമമാണ് ബൈഡൻ നടത്തുന്നതെന്നും മകൻ ആരോപിച്ചു. എന്തായാലും ബൈഡൻ ട്രംപിന് വേണ്ടി ബാക്കി വെക്കുന്നത് ഒരു കൂട്ട കുഴപ്പങ്ങളുടെ നൂലാമാലകളാണ് എന്നതിൽ സംശയമൊന്നുമില്ല. 1ാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. ഒരിടത്തേക്കും അമേരിക്കൻ പട്ടാളത്തെ അയച്ചിട്ടുമില്ല. മിലിറ്ററി ഇൻഡസ്ട്രിയൽ സമുച്ചയത്തിന് പ്രധാന പങ്കുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രാണവായു ഈ സംഘർഷങ്ങളാണ്, യുദ്ധങ്ങളാണ്. അതില്ലെങ്കിൽ പിന്നെ യുദ്ധങ്ങളും ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ എങ്ങനെ വിൽക്കാൻ? നന്ദി.